ദിശ ഇൻഫോ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തോൺ പ്രോഗ്രാമിംഗ് ആണ്. പൈത്തോൺ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പെരുമ്പാമ്പിനത്തിൽപ്പെട്ട വലിയ പാമ്പുകളെയാണ് മെയിനായിട്ടും പൈത്തൺ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പറയുന്നത്. പക്ഷേ നമ്മുടെ പൈത്തൺ അതല്ല. നമ്മുടെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ എന്തുകൊണ്ട് ഈ ലാംഗ്വേജിന് ഈ പേര് വന്നു? അതായത് ഗൈഡോ വോൺ റൂസം എന്ന് പറയുന്ന ഒരു ഡെവലപ്പറാണ് ഈ പൈത്തൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന് മോണ്ടി പൈത്തൺസ് ഫ്ലൈയിങ് സർക്കസ് എന്ന് പറയുന്ന ഒരു BBC ടെലിവിഷൻ ഷോയുടെ ആരാധകനായിരുന്നു ഈ പറയുന്ന പുള്ളിക്കാരൻ. അതായത് 1916 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഷോയാണിത്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഷോ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു ഷോയുടെ സ്ക്രിപ്റ്റ്സ് വായിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ്സ് വായിക്കുക എന്നുള്ളൊരു ഹോബി ഉണ്ടായിരുന്നു ഈ ഗൈഡോ വോൺ റൂസത്തിന്. അപ്പോൾ ഈ ഒരു പുതിയൊരു ലാംഗ്വേജിൻ്റെ പണിപ്പുരയിൽ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ ഈ സ്ക്രിപ്റ്റുകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഒരു ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു അല്പം ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന തരത്തിലുള്ള പേര് ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് പൈത്തൺ എന്ന് പറയുന്ന പേര് വരുന്നത്. Python is a dynamic, high-level, free, open-source and interpreted programming language. It supports object-oriented programming as well as procedural-oriented programming. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുന്നത് ഒരു മെമ്മറി അലോക്കേഷനെയോ അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയാണ് ഡൈനാമിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരും വീഡിയോസിൽ നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പിന്നീട് ഹൈ ലെവൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എപ്പോഴും സീറോസ് ആൻഡ് വൺസ് ആണ്. അല്ലെങ്കിൽ ഏതൊരു ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും ലാംഗ്വേജ് എന്ന് പറയുന്നത് 0യും 1ഉം ആണ്. അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ നോൺ സീറോ, അതായത് ഓൺ ഓഫ്, ഈ രണ്ട് സ്റ്റേറ്റിലാണ് ഏതൊരു ഡിജിറ്റൽ ഉപകരണം. ക്യാമറ ആണെങ്കിൽ പോലും ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഏത് ഉപകരണമാണെങ്കിലും അതിന് മനസ്സിലാകുന്ന ഭാഷ സീറോസ് ആൻഡ് വൺസ് ആണ്. ബൈനറി ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജിൽ മനുഷ്യർക്ക് പ്രോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ വേണം കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുക. അപ്പോൾ ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജസ്, അതിന് അങ്ങനെ ഒരു ലാംഗ്വേജിൽ, അതായത് പൈത്തോൺ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഹൈ ലെവൽ, അതായത് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നീട് ഫ്രീ ആണ്, അതായത് നമുക്ക് എന്താ പറയുക, ഫ്രീ ആയിട്ട് python.org എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യാം. അത് കൂടാണ്ട് ഇനി പൈത്തോണിൻ്റെ സോഴ്സ്, അതായത് പൈത്തൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള അതിൻ്റെ സോഴ്സും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നത് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഓപ്പൺ സോഴ്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സ് ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇൻ്റർപ്രെറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രെറ്റഡ് എന്ന് പറഞ്ഞാൽ സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെല്ലാം വർക്ക് ചെയ്യുന്ന രണ്ട് തരത്തിലാണ്, മെയിൻലി രണ്ട് തരത്തിലാണ്. ഒന്ന് കമ്പൈൽഡ് അല്ലെങ്കിൽ ഇൻ്റർപ്രെറ്റഡ്. അപ്പം നമുക്കൊരു കമ്പൈലർ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ ലെവൽ, അതായത് ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷനെ, എന്ത് ചെയ്യണമെന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ന്യൂമറിക് ഫോമിലോട്ട്, അതായത് ബൈനറി ഫോമിലോട്ട് നമ്മൾ മാറ്റുന്നത് ഒന്നുകിൽ ഒരു കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രെറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പൈലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് എറർ ഉണ്ടോ എന്ന് നോക്കി അതിനെ ഒരു ബൈറ്റ് കോഡായിട്ട് ഫുള്ളി, അതായത് ആ പ്രോഗ്രാം ഫുള്ളായിട്ട് ബൈറ്റ് കോഡായിട്ട് മാറ്റും. പിന്നീട് ആ ബൈറ്റ് കോഡാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രെറ്റർ അങ്ങനെയല്ല. ഇൻ്റർപ്രെറ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആയിരിക്കും ഇൻ്റർപ്രെറ്റർ ചെയ്യുന്നത്. ഒരു ലൈനിൽ എററൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത ലൈനിൽ എററൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു എക്സിക്യൂഷൻ പാറ്റേൺ ആണ് ഇൻ്റർപ്രെറ്റർക്കുള്ളത്. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രെറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നീട് എന്താണ്, ഇറ്റ് സപ്പോർട്ട്സ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആസ് വെൽ ആസ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആയിരുന്നു നമുക്കൊരു C++ വരുന്നതിന് മുന്നേ ഉള്ള ലാംഗ്വേജുകൾ. സി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സി ലാംഗ്വേജുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. അപ്പം എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ ഒരു പ്രൊസീജിയർ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അല്പം കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള റിയൽ ലൈഫ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വരും വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് രീതിയിലും പ്രോഗ്രാം നമുക്ക് എന്തിനകത്ത് എഴുതാൻ കഴിയും.
പൈത്തണിൽ എഴുതാൻ കഴിയും. ഇപ്പം ജാവ നിങ്ങൾ പഠിച്ചാൽ ജാവയിൽ നമുക്ക് ഫുള്ളായിട്ട് എന്ത് രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ബേസിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. C++ൽ നമുക്ക് 2 രീതിയിലും എഴുതാം. പക്ഷേ ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമുക്ക് ഒറ്റ രീതിയിൽ, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പൈത്തണിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് ACT കോഡാണ്. ഇപ്പം മറ്റുള്ള എപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ള ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ജാവ അല്ലെങ്കിൽ C++ അല്ലെങ്കിൽ C പോലെയുള്ള ലാംഗ്വേജസിൽ ജസ്റ്റ് നമ്മുടെ എല്ലാ പ്രോഗ്രാമിംഗ്, ഏതൊരു പ്രോഗ്രാമിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരാളുടെയും ആദ്യത്തെ കോഡെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ. എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ്ലി ഹലോ വേൾഡ് എന്നാണ് നമ്മൾ എന്താ പറയുക ഒരു കൺവെൻഷനായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ C++ അല്ലെങ്കിൽ C അല്ലെങ്കിൽ ജാവ ഉള്ള അല്ലെങ്കിൽ മറ്റേതൊരു ലാംഗ്വേജ് ആയാലും അതിൽ ആദ്യം തന്നെ നമുക്ക് കുറേ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യണം, പിന്നീട് അതിന് ശേഷം മെയിൻ എഴുതണം, അങ്ങനെ കുറേയധികം സ്റ്റെപ്സ് നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടി വരും. പക്ഷേ പൈത്തണിൽ അത്രയൊന്നും ചെയ്യേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് പ്രിൻ്റ് അതിന് ശേഷം ബ്രാക്കറ്റിനുള്ള ഡബിൾ കോട്ട്സിനുള്ള ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത്രയും സിമ്പിളാണ് പൈത്തൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്ഡ് ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്, അതും പറഞ്ഞു. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോസിൽ കാണുന്നതാണ്. അടുത്തത് GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ഉണ്ട്, അതായത് നമുക്ക് ഇതിനകത്ത് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻഡോസ് അല്ലെങ്കിൽ മാക് അല്ലെങ്കിൽ ലിനക്സിൽ വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അടുത്തത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്നുള്ളത്. ഇംഗ്ലീഷ് പോലെയുള്ള ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഈസിലി കൺവേ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പ്രയോഗിക്കാനോ കഴിയുന്ന ലാംഗ്വേജസ്. ഓക്കെ, അടുത്തത് എക്സ്റ്റെൻസിബിൾ ഫീച്ചർ. എക്സ്റ്റെൻസിബിൾ എന്ന് പറയുമ്പോൾ പൈത്തണിൻ്റെ കോഡിനെ നമുക്ക് മറ്റൊരു ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ലാംഗ്വേജിലുള്ള കോഡ്സിനെ നമുക്ക് പൈത്തൺ സോഴ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അതാണ് എക്സ്റ്റെൻസിബിൾ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ജാവ പോലെയുള്ള ലാംഗ്വേജ് നമ്മൾ പറയുന്ന ഒരു ഫീച്ചറാണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. നമുക്കൊരു വിൻഡോസ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോഡ് നമുക്ക് മാക്കിലും അതിനെ റൺ ചെയ്യിക്കാൻ കഴിയും, അല്ലെങ്കിൽ ലിനക്സിലും റൺ ചെയ്യിക്കാൻ കഴിയും. അതാണ് പൈത്തൺ പോർട്ടബിൾ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. അടുത്തത് പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ് ആണ്. ഇൻറ്റഗ്രേറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിളിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മറ്റുള്ള ലാംഗ്വേജസിലെ കോഡിനെ പൈത്തണിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പൈത്തൺ കോഡിനെ നമുക്ക് മറ്റുള്ള ലാംഗ്വേജസിലെ C++ ലാംഗ്വേജസിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അടുത്തത് ഇൻ്റർപ്രറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു എന്താണ് കമ്പൈലർ, എന്താണ് ഇൻ്റർപ്രറ്റർ എന്നുള്ളത്. അപ്പം ഇത് പൈത്തണിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് ആണ്. ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂഷൻ നടക്കുക. അടുത്തത് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ആണ്. തമാശയ്ക്ക് പറയാറുണ്ട്, അതായത് പൈത്തൺ കംസ് വിത്ത് ഇൻസ്റ്റോൾഡ് ബാറ്ററീസ് എന്ന് പറയാറുണ്ട്. അതായത് ടോയ്സ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് പിന്നീട് അതിനെ ബാറ്ററി തപ്പി വേറെ പോകണ്ട. അതുപോലെ തന്നെയാണ് പൈത്തണിൻ്റെ കാര്യത്തിലും. പൈത്തണിൽ എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി അതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അതിനകത്തുള്ള ഓരോ ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണോ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഡാറ്റ അനാലിസിസ് ആണോ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അതിനകത്തുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആണോ അതിനുള്ള ടൂൾസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ലൈബ്രറീസ് അതിനകത്ത് തന്നെ ഉണ്ട്. പൈത്തണിൻ്റെ ഡിസ്ട്രിബ്യൂഷനകത്ത് തന്നെ ഉണ്ട്. അടുത്തതാണ് ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറയും. അതായത് നമ്മൾ അതിൻ്റെ പൈത്തണിൻ്റെ ഡെഫിനേഷൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഡൈനാമിക് ആണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജാവ പോലെയുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ടൈപ്ഡ് ആണ്. അതിൽ നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വേരിയബിൾ എന്നും വേരിയബിളിന് ഒരു പ്രോഗ്രാമിലുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ നമുക്കൊരു വാല്യൂ ഹോൾഡ് ചെയ്യാൻ ഒരു സ്പേസ് വേണം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ആ പേര് ഒരു സ്പേസിന് നമുക്ക് വേരിയബിൾ എന്ന് പറയാം. സ്പേസ് നമ്മൾ പേര് കൊടുത്തിട്ടായിരിക്കും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള ലാംഗ്വേജിൽ, അതായത് ജാവ പോലെയുള്ള ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്പേസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം അതിനകത്ത് എന്ത് ടൈപ്പിലുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അതിനകത്ത് സ്ട്രിങ് ആണോ അല്ലെങ്കിൽ ഇൻറ്റിജർ ആണോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണോ എന്താണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. പക്ഷേ പൈത്തണിന് അതിൻ്റെ കാര്യമില്ല. നമുക്കിപ്പോൾ എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് ഒരു പേര് മാത്രം കൊടുക്കുക, അതിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൈത്തൺ എന്താണ് ഇറ്റ് സെൽഫ് എന്തായിട്ട് മാറ്റിക്കോളും അതിനെ. ഇപ്പോൾ നമ്മളൊരു യൂസർ നെയിം എന്ന് കൊടുത്തിട്ട് അനിൽ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് വെച്ചിട്ട് ജസ്റ്റ് ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന ആ ഒരു സ്ട്രിങ്ങിൻ്റെ ടൈപ്പിലേക്ക് പൈത്തൺ ആ ഒരു വേരിയബിളിനെ അസൈൻ ചെയ്തോളും. അപ്പോൾ അതാണ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
ഇനി പൈത്തണിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. മെയിനായിട്ടും വെബ് ആൻഡ് ഇൻ്റർനെറ്റ് ഡെവലപ്മെൻ്റ് ആണ് പൈത്തണിൻ്റെ ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന വെബ് ആൻഡ് ഇൻ്റർനെറ്റ് ഡെവലപ്മെൻ്റ് ആണ്. അതിനകത്ത് തന്നെ നമുക്ക് ഫ്രെയിം വർക്ക്സ് ആണ് നമ്മൾ വെബ് ആൻഡ് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ജാങ്കോ, പിരമിഡ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാങ്കോ, അതുപോലെ തന്നെ പിരമിഡ് എന്നുള്ള ഫ്രെയിം വർക്ക്സ്. അതിലും ചെറിയ ഫ്രെയിം വർക്ക്സ്, മൈക്രോ ഫ്രെയിം വർക്ക്സ് ആണ് ഫ്ലാസ്ക്, ബോട്ടിൽ എന്നൊക്കെ പറയുന്നത്. പിന്നീട് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, നിങ്ങൾ ദ്രുപാൽ, ജൂംല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൈത്തൺ വെർഷനാണ് പ്ലോൺ അല്ലെങ്കിൽ ജാങ്കോ CMS എന്ന് പറയുന്നത്. അടുത്ത പൈത്തോണിൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട്, അതായത് ഇൻ്റർനെറ്റ് ടൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ലൈബ്രറി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, വാസ്റ്റ് ആയിട്ടുള്ളൊരു ലൈബ്രറി തന്നെ പൈത്തണിലുണ്ട്. അപ്പോൾ നമുക്ക് HTML ആൻഡ് XML ലാംഗ്വേജസിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും ജേസൺ എന്ന് പറയുന്നത് ഡാറ്റ ആപ്ലിക്കേഷൻസ്, വെബ് ആപ്പ് ആയാലും മൊബൈൽ ആപ്പ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും സെർവർ ക്ലയൻസിൻ്റെ ഇടയ്ക്ക് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ജേസൺ എന്ന് പറയുന്നത്. അപ്പോൾ ജേസൺ പ്രോസസ്സ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഇമെയിൽ പ്രോസസ്സ് ചെയ്യുന്നതിനാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ FTP, IMAP പോലെയുള്ള പ്രോട്ടോകോൾസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രോട്ടോകോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ സോക്കറ്റ്, അതായത് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സോക്കറ്റ് ഇൻ്റർഫേസ് ആയാലും എല്ലാം പൈത്തണിൽ അവൈലബിൾ ആണ്. അടുത്തത് സയൻറ്റിഫിക് ആൻഡ് ന്യൂമറിക് അതായത് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് SciPy. ഇതെല്ലാം ഒരു കളക്ഷൻ ഓഫ് പാക്കേജസ് ആണ്. നമുക്ക് ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാൻഡാസ് ഇതൊരു ടൂളാണ്, ഡാറ്റ അനാലിസിസിന് വേണ്ടിയുള്ള ടൂളാണ്. SciPy എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും സയൻസും എഞ്ചിനീയറിംഗ് ആ മേഖലയിൽ യൂസ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് പാക്കേജസ് ആണ്. IPython മറ്റൊരു ടൂളാണ്. അതൊരു പവർഫുൾ ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ഷെല്ലുണ്ട്. നമ്മൾ ഷെല്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമാൻഡ് സെൻറ്റർ ചെയ്യാനും നമുക്ക് പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, പാരലൽ കമ്പ്യൂട്ടിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ വിഷ്വലൈസേഷൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് IPython എന്ന് പറയുന്നത്. അടുത്തത് ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് TK-GUI ലൈബ്രറിയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് WX വിഡ്ജറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ കിവി മൾട്ടി ടച്ച് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിവി യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ Qt എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ്, അത് നമുക്ക് PyQt അല്ലെങ്കിൽ PySide എന്ന് പറയുന്നുള്ള എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, Qt ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെസ്ക്ടോപ്പ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുകൾ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് പൈത്തൺ യൂസ് ചെയ്യുന്നുള്ളത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലൈഫ് സൈക്കിളാണല്ലേ, SDLC, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതിനകത്ത് വരുന്നതാണ് ആദ്യം ഡെവലപ്പ് ചെയ്യും, പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്യും, പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അങ്ങനെയാണല്ലേ. അപ്പോൾ അതിനകത്ത് ബിൽഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വേർഷനിങ് ഒക്കെ പറയത്തില്ലേ, അതുപോലുള്ള ബിൽഡ് കൺട്രോൾ, പിന്നീട് അതിൻ്റെ മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, അതിനുശേഷം പ്രൊജക്റ്റ് ബിൽഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ടെസ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, പൈത്തൺ യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് SCONS എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത് ബിൽഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ബിൽഡ് ബോട്ട്, അപ്പാഷെ, ഗംപ് എന്നൊക്കെ ഉള്ളത് എന്താണ്, കമ്പൈലേഷന് വേണ്ടിയിട്ടും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. റൗണ്ടപ്പ്, ട്രാക്ക് എന്നൊക്കെ പറയുന്നത് ബഗ് ട്രാക്കിങ്. ബഗ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വരുന്ന തെറ്റിനെയാണ് നമ്മൾ ബഗ് എന്ന് പറയുക. ഓക്കെ, ആ പ്രോഗ്രാം തെറ്റിനെ മാറ്റുന്നത് നമ്മൾ ഡീബഗ്ഗിങ് എന്ന് പറയും. ഓക്കെ, ബഗ് ട്രാക്കിങ്ങും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസാണ് റൗണ്ടപ്പ്, ട്രാക്ക് പോലെയുള്ളവ. അടുത്തതാണ് ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിന് വേണ്ടി വരുന്നത്, ടാലി പോലെയുള്ള ERP-കളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ERP, എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ് സോഫ്റ്റ്വെയറുകൾ, ടാലി പോലെയുള്ള സോഫ്റ്റ്വെയറുകളും, അതുപോലെ തന്നെ e-commerce സിസ്റ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈൻ മണി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുക. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഫ്ലിപ്കാർട്ട് പോലെ അല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മണി ട്രാൻസാക്ഷൻ വരുന്ന ആക്ടിവിറ്റീസ്, അതാണ് e-commerce സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടു, ഒഡു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു എന്താണ്, ഓൾ ഇൻ വൺ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ട്രൈറ്റോൺ എന്ന് പറയുന്നത് ഒരു 3-tier ഹൈ ലെവൽ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് ആപ്ലിക്കേഷൻസിനും എന്തിൻ്റെ സപ്പോർട്ടുണ്ട്, പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് പൈത്തണിൻ്റെ ഹിസ്റ്ററിയാണ്. 1991 ഗൈഡോ വാൻ റൂസം പൈത്തണിൻ്റെ ഒരു വേർഷൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 1986 മുതലോ അല്ലെങ്കിൽ ആ ഒരു 1980s തന്നെ വാൻ റൂസം ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു. ആ സമയത്താണ് ഈ ഒരു പേരൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് വേർഷൻ പബ്ലിഷ് ചെയ്യുന്നത് 1991 അത് 0.9.0
എന്നുള്ള ഒരു വെർഷനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 94 പൈത്തൺ 1.0 വന്നു, ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള. അതിനുശേഷം 2000 പൈത്തൺ 2.0, അതിനകത്ത് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ല. വലിയ പ്രോഗ്രാമുകളാകുമ്പോൾ അതിനകത്ത് ഒരുപാട് വേരിയബിൾസ് വരും. ചിലപ്പോൾ ആ വേരിയബിളിൽ അസൈൻ ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ഈ മെമ്മറി നമ്മൾ ഫ്രീ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി മൊത്തം ഇങ്ങനെ ഫില്ലായി പോകും. അപ്പോൾ അതിനെ നമ്മൾ മെമ്മറി ലീക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആക്കണം. സാധാരണ മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ ഡെവലപ്പർ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു മെമ്മറി ഫ്രീ ചെയ്യുന്ന പ്രോസസ്സും കൂടെ ചെയ്യേണ്ടി വരും. പക്ഷേ പൈത്തണിന് അതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഗാർബേജ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ആസ് എ ഡെവലപ്പർ നമ്മൾ അതിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി പൈത്തൺ തന്നെ ആ ഗാർബേജ് കളക്ഷൻ നടത്തിക്കോളും. ഓക്കെ. പിന്നീട് അതിനുശേഷം 2008 പൈത്തൺ 3 റിലീസ് ചെയ്യുന്നത്. പക്ഷേ പൈത്തൺ 3 എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നതുകൊണ്ട് തന്നെ പൈത്തൺ 2-നേക്കാളും സ്ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലാരിറ്റി കുറവായിരുന്നു. പക്ഷേ 2020 അവസാനമായിട്ട് പൈത്തൺ 2.9 വെർഷൻ റിലീസാവുന്നത്. അതോടുകൂടിയിട്ട് 2.9 വെർഷൻ റിലീസാവുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് പൈത്തൺ 2 സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത് പൈത്തൺ 3 ആണ് നിലവിലുള്ളത്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് പൈത്തൺ 2 എന്ന് പറയുന്ന ലെഗസിയാണ്, അതായത് തീർന്നു. പൈത്തൺ 3 ആണ് ഇനിയുള്ളത്, അതായത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പൈത്തൺ 3 ആണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് പൈത്തൺ 3 ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നോക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പൈത്തൺ 2 തന്നെ ആയിരിക്കും കാണുക. കാരണം 2020 വരെയും പൈത്തൺ 2-ലാണ് കൂടുതലായിട്ടും ഡെവലപ്പേഴ്സൊക്കെ കോഡ് എഴുതിക്കൊണ്ടിരുന്നത്. പൈത്തൺ 3-ലാണ് ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ. അന്ന് 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പൈത്തൺ 3 കുറേ അധികം ന്യൂനതകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പോപ്പുലാരിറ്റി കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പൈത്തൺ 2-നേക്കാളും മെച്ചപ്പെട്ട ഒരു വെർഷനായിട്ട് പൈത്തൺ 3 ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈത്തൺ 3 ആയിരിക്കും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നോക്കുക. ഓക്കെ. അപ്പോൾ പൈത്തൺ 3 പഠിക്കുന്നത് കൊണ്ട് ഇതുവരെയുള്ള ആപ്ലിക്കേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിമിലർ ആണ് പൈത്തൺ 3-യും 2.0 എന്ന് പറയുന്നത്. 2 കഴിഞ്ഞിട്ടുള്ള എല്ലാ വെർഷൻസും സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈത്തൺ 2 എഴുതിയിട്ടുള്ള ഏത് കോഡ് കണ്ടു കഴിഞ്ഞാലും പൈത്തൺ 3 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ചെറിയൊരു പ്രോഗ്രാമിനെ പറ്റിയുള്ള, നമ്മുടെ പൈത്തണിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഹിസ്റ്ററിയും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം അതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനായിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ താങ്ക്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.